സാർ, നമ്മുടെ പമ്പാ തടത്തിലെ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് അത് പരിസമാപ്തിയോടടുക്കുകയാണ്. ഇതുവരെയുള്ള അതിൻ്റെ കാര്യക്രമങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ, അവിടുത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ, ഈ അയ്യപ്പ സംഗമം ഒരു വിജയമാണോ പരാജയമാണോ? അങ്ങേക്ക് എന്താണ് ഇതിൽ അഭിപ്രായമുള്ളത്? അവിടെ റിയലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമാടലേ നടന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഇത് വിജയമല്ല, ഒരുപാട് അപാകതകൾ വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അയ്യപ്പൻ്റെ ആ ക്ഷേത്രം ശബരിമല എന്ന് പറയുന്നത് മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങൾ പോലെയല്ല, വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമാണ്. അത് കാനനവാസൻ അയ്യപ്പൻ, പമ്പാവാസൻ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി ലയിച്ചു നിൽക്കുന്ന അയ്യപ്പൻ, അങ്ങേയറ്റം അടുത്ത് നിൽക്കുന്ന അയ്യപ്പൻ. 18 പടികൾ നമ്മൾ കയറുമ്പോൾ 18 പൂങ്കാവനങ്ങൾ, 18 മലകളെ ചവിട്ടി കയറുന്നതായിട്ടാണ് ദർശനകൽപ്പം, അല്ലേ? അതെ. അതുപോലെ തന്നെ നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമാണ് ഓരോ പടികളും. അങ്ങനെ 18 സ്റ്റെപ്പും അങ്ങനെയാണ് നമ്മൾ കയറുന്നത്. അത് അങ്ങനെ കയറി 41 ദിവസം വ്രതമെടുത്ത് അല്ലെങ്കിൽ 5 ദിവസം വ്രതമെടുത്ത് എങ്ങനെയായാലും ആ വ്രതമെടുത്ത് നമ്മൾ ശുദ്ധിയോടെ അവിടെ ചെന്ന് പ്രകൃതിയുമായി ലയിച്ച് മടങ്ങി വരുമ്പോൾ മാത്രമേ നിങ്ങൾ തത്വമസി എന്നുള്ള കൺസെപ്റ്റിലെത്തുള്ളൂ. അത് നീയാകുന്നു, അത് സാക്ഷാത്കരിക്കും. പ്രകൃതിയും ആത്മാവും തമ്മിൽ ലയിക്കുന്ന ഒരു സംഗതി ഉണ്ടാകും. ഇപ്പോൾ അവിടെ പ്ലാൻ ചെയ്യുന്നത് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനത്താവളം, പിന്നെ വലിയ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ അവിടുത്തെ ഒരു വലിയ പാലം, പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് റോപ്പ് വേ എന്നിവയൊക്കെയാണ്. ഇത് അയ്യപ്പ ദർശനത്തിൻ്റെ ആ പവിത്രത കളയും, ആചാരത്തിൻ്റെ പവിത്രത കളയും എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചോദിക്കുക, എന്താണ് അതിന് കുഴപ്പം? ആധുനിക കാലത്ത് എല്ലാവർക്കും വരണ്ടേ? എല്ലാവർക്കും പോകാൻ ഒരുപാട് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ഈ അയ്യപ്പ ക്ഷേത്രം പ്രത്യേകതയുള്ളതാണ്. പണ്ട് എങ്ങനെയാണ്, ഈ മകരവിളക്ക് വരെയുള്ള 2 മാസക്കാലമേ ഉള്ളൂ അയ്യപ്പന് നട തുറന്നിരുന്നത്. പിന്നീട് നമ്മൾ പരിഷ്കരിച്ചതാണ്, കാശിന് വേണ്ടി പരിഷ്കരിച്ചതാണ്. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എന്നും കൂടെ പരിഷ്കരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാനന ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക പൂങ്കാവനമായിരിക്കണം എന്നുള്ളതാണ് പൂർവികരുടെ കൺസെപ്റ്റ്. അതാണ് ആചാരം. അതിന് നമ്മൾ വ്രതശുദ്ധിയോടുകൂടി നമ്മൾ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. എന്തിനാ വ്രതശുദ്ധി? ഈ 18 പടികളെക്കുറിച്ച് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിന് നട്ടലിൽ 7 ചക്രങ്ങളുണ്ട്. ആ ചക്രങ്ങളെല്ലാം എനർജി പോയിന്റ്സ് ആണ്. നട്ടലിൻ്റെ കീഴ്വശത്ത് മൂലാധാരം മുതൽ നമ്മുടെ പൊക്കിളിന് ഇടയ്ക്കായിട്ട് സ്വാധിഷ്ഠാനം, പിന്നെ മണിപൂരകം, അനാഹതം, വിശുദ്ധി, നെറ്റിയിൽ ആജ്ഞ, പിന്നെ തലയിൽ സഹസ്രാരം വരെയുള്ള 7 എനർജി പോയിന്റ്സ്. ആ എനർജി പോയിന്റ്സിനെ ഉത്തേജിപ്പിക്കണം എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഉത്തേജിപ്പിക്കുക? യോഗ ചെയ്യുമ്പോൾ ഈ എനർജി പോയിന്റ്സ് ഉത്തേജിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങോട്ട് വളയുന്നു, ഇങ്ങോട്ട് വളയുന്നു, നട്ടലിൽ പല വിധത്തിൽ വളയ്ക്കുന്നു. കളരി ചെയ്യുമ്പോൾ ഇത് ഉത്തേജിക്കും. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ നമ്മൾ ശരീരത്തിനെ വ്യായാമം ചെയ്ത് അങ്ങനെ റെഡിയാക്കുകയാണ്. മുടിയാട്ടം നടത്തുമ്പോൾ നട്ടെല്ലും ഒക്കെ ഇങ്ങനെ വളഞ്ഞ് ചിലപ്പം ആ എനർജി ഇങ്ങനെ ഉത്തേജിക്കുന്നതുകൊണ്ടാണ് അവർ പിന്നെ ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. തെയ്യത്തിൽ അങ്ങനെയുണ്ട്, കഥകളി ചിലത് ചെയ്യുന്നതിൽ അങ്ങനെ ഉണ്ട്. ഇതെല്ലാം ഈ എനർജി പോയിന്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു ട്രഡീഷനാണ്, ഒരു പാരമ്പര്യം. ഇതിപ്പോൾ ഇന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിരിക്കുകയാണ്. അതായത് ഈ 7 സെന്ററുകളും ഇവിടെ ഇരിക്കുന്ന പെറ്റ്യൂട്ടറി ഗ്ലാൻഡ് മുതൽ തലച്ചോറിലിരിക്കുന്ന ഗ്രന്ഥികൾ ഉൾപ്പെടെ വളരെ വൈറ്റലായിട്ടുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോണുകൾ ആണ് നമ്മുടെ ശക്തി. ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം പെറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പെറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആ ഗ്ലാൻഡിൽ നിന്നും ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവൾ ഗർഭിണിയാകാത്തതെന്ന് ഇപ്പോൾ ആധുനികമായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അതിനും ഇതൊരു ഘടകമാണ്. പെറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഭയങ്കര ഘടകമാണ്. അപ്പോൾ പ്രസവം സംബന്ധിച്ച് നമ്മൾ എത്രയോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും. അവർ ചെയ്യുന്നത് എന്താണ്? പെറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ചിലർ ഇത് അറിഞ്ഞുകൂടാതെ കൃത്രിമ ബീജസങ്കലനമൊക്കെ നടത്തി വിടും. അപ്പം ഇതുപോലെ ശരീരത്തിലെ ഓരോ എനർജി പോയിന്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രക്രിയ, ആ പദ്ധതിയാണ് ഈ നമ്മുടെ അത് 7 എണ്ണം. ഈ 7 എണ്ണം. പിന്നെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ 6 എണ്ണം. അപ്പൊ 7 6 ഇത് മനസ്സിനാണ്, മറ്റേത് ശരീരത്തിനാണ്, ഇത് മനസ്സിനാണ്. അപ്പൊ 7 6 13. പിന്നെ പ്രകൃതിയുമായി ലഭിക്കുന്ന പഞ്ചഭൂതങ്ങൾ, ഭൂമി, ആകാശം, വെള്ളം, അങ്ങനെ ജലം, ഇതെല്ലാം വായു എല്ലാം കൂടി ചേർത്ത് 5 വരുന്നു. അപ്പൊ 13 5 18. ഇതാണ് ഈ 18 പടികൾ വെച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ 18 പടികൾ കയറുന്നത് സിംബോളിക്കാണ്. എല്ലാവരും പറയുന്നത് 18 പടി കയറിയാൽ എന്തോ ആവുന്നത്. 18 പടി കയറണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞത് വേണം. ശരീരശുദ്ധിയോടുകൂടി വിതരശുദ്ധിയോടുകൂടി 41 ദിവസമോ 10 ദിവസമോ എത്രയാണെന്ന് വെച്ചാൽ വിതരശുദ്ധിയോടുകൂടി നിൽക്കുക. അപ്പം തന്നെ ശരീരം ഒന്ന് പ്രിപ്പയർഡ് ആവും. എന്നിട്ട് കായികമായി നമ്മൾ പമ്പയിൽ നിന്ന് 5 കിലോമീറ്റർ നടന്ന് കല്ലും മുള്ളും കാലിക്കും എത്തേ. ഇത് ഇന്ന് മുഖ്യമന്ത്രിയും പറയുണ്ടായി അങ്ങനെയാണ് പോകേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് റോപ്പ് വേ വെക്കണം, ഹെലികോപ്റ്ററും റോപ്പ് വേയും വേണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ റോപ്പ് വേ വെക്കുമ്പോൾ ഒരു കച്ചവടത്തിന്റെ ഭാഗമാണ് അതൊക്കെ. അത് കച്ചവടമാകുന്നേ കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ വേറൊരു ശബരിമല അയ്യപ്പനെ വേറൊരെണ്ണം പ്രതിഷ്ഠിച്ചോ. എന്നിട്ട് ഇതിനപ്പുറത്ത് ഈ മല കയറാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശബരിമല ഉണ്ടാക്കി വെച്ചു തൊട്ടപ്പുറത്ത്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയരുത്, അത് ഇതിന്റെ ശക്തി ആവാഹിച്ച് ഞങ്ങൾ ഇപ്പുറത്തൊരെണ്ണം തുടങ്ങിയിരിക്കുന്നു. അവിടെ പിൽഗ്രിം സെന്റർ ആയിക്കോ, അവിടെ കൊമേഴ്സ്യലൈസ് ചെയ്തോ. അവിടെ നിങ്ങൾ തിരുപ്പതി പോലെയോ പളനി പോലെയോ എന്ത് വേണോ ചെയ്തോ. പക്ഷെ ഇത് അങ്ങനത്തെ അല്ല. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത തന്നെ എന്താണ്? ഈ ക്ഷേത്രത്തിന്റെ യോഗനിദ്രയിൽ ഇരിക്കുന്ന അയ്യപ്പനാണ്. അയ്യപ്പനെ കാണാൻ ഒരു വർഷത്തിൽ ഒരിക്കലേ പറ്റുള്ളെന്നാണ്. പിന്നെ നമ്മളാണ് ഇപ്പൊ മാസം തോറും കാണാമെന്ന് ആക്കിയത്. ഈ ദേവസ്വം ബോർഡാണ് അത് ആക്കിയത്, അല്ലേ? അതെ അതെ. ആചാരം അതിന് തെറ്റാണ്. ആചാരപ്രകാരം വർഷത്തിൽ മണ്ഡലകാലം മകരവിളക്ക് ആ കാലഘട്ടത്തിലേ അവിടെ പോകാവുന്നതാണ്. ബാക്കി സമയത്ത് എന്റെ ചെറുപ്പത്തിൽ പോലും വിഷുവിന് ശബരിമല തുറന്ന് പൂജയുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഇല്ലായിരുന്നു. അവിടെ അടച്ചിടും. പിന്നെ മുമ്പ് ഞാൻ ശബരിമല പോയിട്ടുള്ള ആളാണ്. അതെ അതെ. പക്ഷെ അന്നൊന്നും നമ്മൾ പത്രത്തിലൊന്നും വായിച്ചതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചതായിട്ടോ ആരെങ്കിലും പറഞ്ഞതായിട്ടോ ഒന്നും ഒരു ഇതുമില്ല. അത് പിന്നീട് ദേവസ്വം ബോർഡ് തന്നെ ചിഹ്നത്തിൽ ഓണത്തിന് തുറക്കുന്നു, എല്ലാ 1-ാം തീയതിയും തുറക്കുന്നു, ദീപാവലിക്ക് തുറക്കുന്നു. അപ്പൊ തന്നെ ആചാരം പകുതി പോയി. ഇനിയിപ്പോ ഇത് കോടിക്കണക്കിന് ഇപ്പൊ തന്നെ കോടിക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. ആ കോടിക്കണക്കിന് ആളുകളെ നമ്മൾ നിയന്ത്രിച്ച് വിർച്വൽ ക്യൂവിലൂടെയൊക്കെ വിടുമ്പം അതൊരു തന്നെ സത്യത്തിൽ ഈ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് ഇത് 365 ദിവസവും തുറപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ്. തീർച്ചയായിട്ടും അത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നു. വളരെ റെസ്ട്രിക്ട് ചെയ്ത് ഇത് ചെയ്യേണ്ടതാണ്. ഇത് വർഷത്തിലൊരിക്കൽ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ട് ആളുകൾ കണക്കാക്കി അവിടെ ദർശനം നടത്തി. അതാണ് അതിന്റെ പവിത്രത. അവിടെയാണ് അതിന്റെ പവിത്രത. അങ്ങനെ ചെയ്യുമ്പോഴേ അതിന് സാങ്ക്ടിറ്റി വരുള്ളൂ. എന്താ ഈ 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടത്തണേ? മാസം തോറും കുംഭമേള നടത്തിക്കൂടെ? ഇല്ല. നല്ല കോളല്ലേ? ഗവൺമെന്റ് ജ്യോതിഷപരമായ കണക്കുകളുണ്ട്, അതിന് ശാസ്ത്രവിധി പ്രകാരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഗ്രഹങ്ങളുടെ ചില ചലനങ്ങളും അതിന്റെ സ്ഥാനങ്ങളും സൂര്യന്റെ സ്ഥാനവും ഒക്കെ നോക്കിയാണ് ഈ 12 വർഷത്തിലൊരിക്കൽ ആക്കുന്നത്. അതുപോലെ ഈ മണ്ഡല പൂജ മകരവിളക്ക് കാലത്ത് ആ പ്രത്യേക ക്ലൈമറ്റ്, ആ തണുപ്പൊക്കെയുള്ള ക്ലൈമറ്റ് അതെല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ 5 കിലോമീറ്റർ മിനിമം പമ്പയിൽ നിന്ന് അങ്ങോട്ടെങ്കിലും നടന്ന് കല്ലും മുള്ളും നിറഞ്ഞ പാത കയറുമ്പോൾ അതുണ്ടാകുന്ന പ്രത്യേക സാങ്ക്ടിറ്റിയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു കുളിർമ ഉണ്ടാക്കുന്നത്. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരിക്കലും അതിലേക്ക് എത്താൻ കഴിയില്ല. ഞാൻ ഈ ഹിമാലയം കയറി ഹിലാറിയുടെ അടുത്തൊരിക്കൽ സംസാരിക്കുന്നുണ്ടായി. അദ്ദേഹം ഇവിടെ ന്യൂസിലാൻഡിന്റെ അംബാസഡർ ആയിരുന്നു. 85-86 കണ്ടു. അപ്പോൾ അദ്ദേഹം 88-ലോ 89-ലോ ഇവിടെ ഒന്ന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എനിക്കൊരു താല്പര്യം തോന്നി കയറി പോയി കണ്ടതാണ് അദ്ദേഹത്തിന്. ഞാൻ ഈ VIP വിസിറ്റിന്റെ ലൈസൺ ഓഫീസറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് എനിക്ക് ആ ഡ്യൂട്ടി ഇല്ലായിരുന്നു, എങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഡ്രൈവർ എനിക്ക് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞൊരു സ്ഥലം കാണിച്ചു തന്നു. അവിടെ ഒരു അഡ്വഞ്ചറും ഇല്ല. കുറേ കയറിൽ ഇങ്ങനെ വലിച്ചു തൂങ്ങുന്നത്, അതൊന്നും അല്ല അഡ്വഞ്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് അഡ്വഞ്ചർ ചെയ്യുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ബ്രെയിനിലെ എല്ലാ കോശങ്ങളും ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യില്ല. ഇപ്പം ഞാൻ ഈ വിരൽ ഇങ്ങനെ ആക്കുന്നു, അതിന് ചില കോശങ്ങൾ മാത്രമാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഈ കയ്യിൽ ഇങ്ങനെ ഒന്ന് ആക്കുന്നു, ഇതിന് വേറെ ചില കോശങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ ഭാഗത്തെ ഒന്നിങ്ങനെ ഒരു ഈച്ച ചലിപ്പിക്കുന്നു, അതിന് വേറെ കോശങ്ങളാണ്. അപ്പോൾ എല്ലാ കോശങ്ങളും ചലിക്കുന്നത് അപൂർവമായിട്ടാണ്. അത് ഈ അഡ്വഞ്ചർ വരുമ്പോഴാണ്. ഒരു സിംഹം നിങ്ങളുടെ മുമ്പിൽ വന്ന് ചാടി, സകല കോശങ്ങളും ബ്രെയിനിലെയും ശരീരത്തെയും സകല കോശങ്ങളും അപ്പോൾ പ്രവർത്തിക്കുകയും നമ്മൾ വളരെ ആക്റ്റീവ് ആകുകയും നമ്മൾ ഓടുകയോ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ചെയ്യും. പക്ഷെ ഇത് നമുക്ക് ജീവിതത്തിൽ എന്തും ചെയ്യാൻ ഒക്കില്ല. സിംഹത്തിന്റെ മുമ്പിൽ ചാടി നമുക്കിത് പരീക്ഷിക്കാൻ ഒക്കില്ല. ഇതുകൊണ്ടാണ് ഇവർ ഈ അഡ്വഞ്ചർ ടൂറിസം, അഡ്വഞ്ചർ യാത്രകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് ഹിലാരി പറഞ്ഞതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് വീഴാൻ പോകുന്നു. അവിടെ വേറെ ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. റോപ്പ് വേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കയറി അമ്മഞ്ഞിൽ കയറി പോകുമ്പോൾ വേറൊരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് വീഴാൻ പോകുമ്പോൾ നമ്മളൊന്ന് കിടക്കും. റിവർ റാഫ്റ്റിംഗ് നടത്തുന്നു. റിവറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉള്ളിടത്ത് ചെന്ന് ഇതെല്ലാം കൂടി ഇടിച്ച് ഫൊത്തോം താഴെ വീഴുമ്പോൾ മൊത്തം ആങ്സൈറ്റി ആകുകയാണ്, അല്ലേ? ആ ആങ്സൈറ്റി പിന്നെ അത് വള്ളം നേരെയാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നത്, ബോട്ട് നേരെയാക്കി മുന്നോട്ട് പോകുന്നത് ഒക്കെ ഭയങ്കര സാഹസികമായ ജോലി. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ എല്ലാ കോശങ്ങളും പ്രവർത്തിക്കുകയാണ്. അങ്ങനെ അപൂർവമായിട്ട് എല്ലാ കോശങ്ങളും പ്രവർത്തിക്കുള്ളൂ. അതിനാണ് ഈ അഡ്വഞ്ചർ ടൂറിസം വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? സത്യത്തിൽ അത്തരത്തിൽ നമ്മുടെ ആൾക്കാരെ ഇത് പറഞ്ഞ ആരും പോകില്ല. നിന്റെ പെറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്യാനാണിതെന്ന് പറഞ്ഞാൽ
ഒരുത്തനും പോകില്ല, വീട്ടിൽ കിടന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുള്ളൂ. അതല്ല, നിങ്ങൾ ഇത് 41 ദിവസം വ്രതം എടുത്ത് അവിടെ പോയി കഴിഞ്ഞാൽ ഈശ്വരന്റെ ജീവിതം പേരിൽ- പുണ്യമായി അതെ. എന്ന് പറഞ്ഞ് വിശ്വാസമോ അന്ധവിശ്വാസമോ ഏതെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിച്ചിട്ടാണ് ഇതിനെ ആളുടെ മുഴുവൻ പേരെയും കൊണ്ടുവന്നത്. ഇപ്പൊ 10 പേര് പോകാൻ പ്രശ്നമില്ല, ബുദ്ധിയുള്ള 10 പേര് ചിലപ്പോൾ ഇത് പറഞ്ഞാൽ പോകുന്നിരിക്കും. എല്ലാവരെയും പിന്നെ ഹിന്ദുവിനെയും ഇങ്ങനെ അങ്ങോട്ട് നയിക്കണമെങ്കിൽ പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും കൂടി ഒന്നാകുന്ന ആ നിമിഷം മനോഹരമായ ഒരു മുഹൂർത്തം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ഈ കല്ലും മുള്ളും കാലിക്കും എത്ത എന്ന് പറഞ്ഞ് നടന്ന് അവിടെ ചെന്ന് ശരണം വിളിച്ച് പോകുക എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും പറ്റുകയില്ല, ഒരു പ്രായം കഴിഞ്ഞവർക്ക് പറ്റില്ല. അതിനാണ് സ്ത്രീകളെ പോലും മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഗർഭകാല ആ പീരീഡിലൊക്കെ അവർക്ക് പല ബുദ്ധിമുട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പോ അതിന് കഴിഞ്ഞോ ഒക്കെ പോകാൻ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണവും കൂടെ ആയിരിക്കാം അങ്ങനെയൊക്കെ പണ്ടുള്ളവർ. അല്ലാതെ ഒരു വിവേചനമൊന്നും അല്ല. അല്ലെങ്കിൽ പിന്നെ ഈ 60 വയസ്സ് കഴിഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞാൽ പോകാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഋതുമതി താഴെയുള്ള പെൺകുട്ടികൾക്ക് പോകാന്ന് പറയേണ്ട. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഹൈക്കോടതി പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങൾ ഇവിടെ തെറ്റിക്കുന്നു എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. അത് 1300 കോടിയുടെ ഒരു പ്രോജക്റ്റാണ്. മൂന്ന് ഘട്ടമായിട്ട് നമ്മൾ മാസ്റ്റർ പ്ലാൻ അവിടെ ചെയ്യുന്നത്. അതായത് ഒന്ന് പമ്പയില്, ഒന്ന് നിലയ്ക്കല് ട്രഡീഷണൽ റൂട്ടിൽ കൂടെ പോകുന്ന വഴിയിൽ, പിന്നെ ഒന്ന് ശബരിമല സന്നിധാനത്ത്. അപ്പൊ 3 സ്ഥലത്ത് 1300 കോടി രൂപയുടെ വർക്ക് നടക്കുന്നു പറയുമ്പോൾ അതിനകത്ത് കമ്പിയും ചല്ലിയും കോൺക്രീറ്റും ഒക്കെയാണ് വരുന്നത്. അപ്പൊ അത് പ്രകൃതി എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അല്ലാതെ ഇത് അവിടെ മരം നട്ടുപിടിപ്പിക്കലല്ലോ, അല്ലെങ്കിൽ പമ്പാ നദിയുടെ ഫ്ലോ കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചില അറേഞ്ച്മെന്റ്സ് ചെയ്യുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. മറ്റു ചില വികസന പ്രവർത്തനങ്ങൾ. ഇപ്പൊ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോവളം. പണ്ട് കോവളത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത് കോവളം അറിഞ്ഞു കേട്ട ആൾ വന്നതാണ്, അല്ലാതെ നമ്മുടെ ടൂറിസം വകുപ്പിന്റെ പ്രചരണം കൊണ്ടൊന്നും അല്ല വന്നത്. മൗത്ത് ടു മൗത്ത് ടോക്ക് വഴി ജപ്പാനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്നതാണ്. ഹിപ്പികളാണ് അധികം വന്നിരുന്നത്. അവർ കണ്ട 3 സാധനങ്ങൾ. ഒന്ന്, നല്ല ഗോൾഡൻ ബീച്ച്. അതിന്റെ ബാക്ക്ഡ്രോപ്പിൽ തെങ്ങുകൾ ഇങ്ങനെ പാം ഫ്രിഞ്ച്ഡ് ബാക്ക് വാട്ടേഴ്സ് ബീച്ചസ് എന്നാണ് പറയുന്നത്. അതായത് പാം ട്രീസ് ഇങ്ങനെ ഫ്രിഞ്ചായിട്ട് നിൽക്കുന്ന ആ ഗ്രീനറി. പിന്നെ ഇവിടെ കിടന്നിട്ട് കടലിലേക്ക് നോക്കുമ്പോൾ നീലക്കടലിൽ നീന്തിക്കൊണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ബ്രൗൺ പിന്നെ മണൽ വിരിച്ച മെത്തയും അതിനപ്പുറത്ത് പച്ചപ്പ് നിറഞ്ഞ. ഇത് കാശുണ്ടായി അവിടെ ആളുകൾ വന്നു, അവിടെ കുടിലുകളിൽ താമസിച്ചിരുന്നു. അങ്ങനെ ചെറിയ ബിസിനസ് തുടങ്ങി, വലിയ റൂമുകളുണ്ടായി. പിന്നെ ചിലര് ഓരോരോ കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കി മനോഹാരിത മുഴുവനും പോയി. പിന്നെ ബീച്ച് എൻക്രോച്ച് ചെയ്തുകൊണ്ട് കടൽ വരെ എത്തുന്ന വിധത്തിൽ കെട്ടിടങ്ങൾ വന്നു. കടലില്ല, കടൽ തീരമില്ല, ബീച്ചില്ല, ബീച്ചിന്റെ ഭംഗിയില്ല, തെങ്ങുകളില്ല. ഇപ്പൊ ആളുകൾ കോവളം വേണ്ട. ഇപ്പൊ കോവളം ഒരു ഡൈയിങ് ഡെസ്റ്റിനേഷനായി. അപ്പൊ ഈ ശബരിമലയ്ക്കും ഇങ്ങനെ ഒരു അധോഗതി വരുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ഇന്ന് നിൽക്കുന്ന ആ പിൽഗ്രിം സെന്റർ ഒരു ഡൈയിങ് ഡെസ്റ്റിനേഷനായി പോകുന്ന വിധത്തിലാണ് നമ്മുടെ ഹ്യൂമൻ ഇന്റർഫിയറൻസ് കൂടുതൽ വന്നാലുണ്ടാകുക. അപ്പൊ ഈ വികസനം ഹൈക്കോടതി പറഞ്ഞ രീതിയിൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, ഭക്തരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ആണോ എന്നുള്ളത് സർക്കാരും ഭക്തരും പുനർവിചിന്തനം ചെയ്യണം. ഇത് ഒരു ഷോ ഓഫായി മാറിപ്പോയോ എന്നുള്ളത് എതിരാളികൾ ചോദിക്കുന്നതിന് ഉത്തരം ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കും, പിന്നെ ആചാരാനുഷ്ഠാനങ്ങളെ തെറ്റിക്കില്ല, പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പരമ്പരാഗത കരകൗശല ശൈലിയിലുള്ള കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരും. അതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം, പ്രകൃതിയാണ് അവിടുത്തെ പ്രശ്നം. ആ പ്രകൃതിയെ ഹനിക്കരുത്. 18 മലകൾ അവ മുഴുവൻ ഹരിതാപമായി നിൽക്കുന്നത്, അതോടെ ഒഴുകുന്ന വിവിധ അരുവികൾ, പമ്പായുടെ ശുദ്ധമായ ജലം, ഇതൊക്കെ നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വ്രതശുദ്ധിയോടുകൂടി ശരീരവും മനസ്സും ഇങ്ങനെ സ്ഫുടം ചെയ്ത് അവിടെ എത്തി ഈ പ്രകൃതിയുമായി ലയിച്ച് അയ്യപ്പൻ നാമായി മാറുന്ന ഒരു സമ്മേളനം ഉണ്ടാകുമ്പോൾ മാത്രമേ അയ്യപ്പൻ്റെ വികസനം, അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ വികസനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശബരിമലയെ ഒരിക്കലും മറ്റ് ക്ഷേത്രങ്ങളുമായി കമ്പയർ ചെയ്യരുത്. ഇത് പ്രത്യേക ഒരു പർപ്പസിനുള്ള ക്ഷേത്രമാണ്. നമ്മൾ മറ്റ് ചില ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകത, ആ പർപ്പസ് വിട്ട് നമ്മൾ പോകരുത്. ഇത് അമിതമായ വികസനം വന്നാൽ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടും. അപ്പോൾ എങ്ങനെ ഈ പവിത്രത മുഴുവനും നഷ്ടപ്പെടുമോ എന്ന് വിശ്വാസികൾ ചോദിക്കുന്നതിന് ഉത്തരം ഇപ്പോഴും ആയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.